ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ. ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു, രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് നാനയിൽ എൻ്റെ മേൽവിലാസം കൊടുത്തിട്ടുണ്ട്. ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് നമുക്ക്. അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നു. ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത്. ശ്രീനിവാസൻ എൻ്റെ മദ്രാസിലെ നിത്യ സന്ദർശകനാണ്. ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ്. അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നുള്ളത്. ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരംകുന്ന് പുതിയവിൽ ഈസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് അടുത്ത വരുന്നത്. അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ. ഇത് വേറെ ഈ സിനിമയിലെ കഥ. പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ. ഇതിനപ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായിരുന്നു. സിനിമയിൽ സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിൻ്റെ കഥാതന്ത്രം തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തു നിന്നൊരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അതറിയിച്ചു. കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസ. നമസ്കാരം. വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂക്കരോട് ആഘോഷിക്കാൻ സാധിച്ചില്ല. നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കയുടെ തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു അദൃശ്യത സിനിമയിൽ ഉടനീളമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ സിനിമ ആ രീതിയിൽ ഇത്തരത്തിൽ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുമെന്നുള്ള റീസൺ. അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കയുടെ ഒരു ഇതിൻ്റെ ഡയലോഗുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഞാനും പോലും അത് കേട്ടിരുന്നപ്പോൾ കണ്ണ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സിനിമയുടെ വിജയത്തിൽ ആ ഒറ്റ ഡയലോഗ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കനടുത്ത് ഇതിൽ ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതായി പോകും. അപ്പോൾ എന്നും മമ്മൂക്കയുടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. ഞാനും കാവ്യഫിലിമും അതേപോലെ തന്നെ ആൻഡ്രൂ ജോസഫും ഇതിൻ്റെ എല്ലാവരും ഇതിൻ്റെ ക്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും. ഓക്കെ, എന്തായാലും ഇതിൽ അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കുന്നതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു.